നമസ്കാരം. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. പ്രധാന വാർത്തകൾ. ബിജെപിയിൽ ചേർന്ന ഫാദർ ഷൈജു കുര്യനെതിരെ നടപടിയെടുത്ത ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കി. ഫാദർ ഷൈജുവിനെതിരായ പരാതികൾ അന്വേഷിക്കുമെന്ന് സഭ. സജി ചെറിയാന്റെ സഭാ മേലധ്യക്ഷന്മാർക്കെതിരായ പരാമർശം ആയുധമാക്കി ജോസഫ് വിഭാഗം. കേരള കോൺഗ്രസ് LDFിൽ ഭയന്നു നിൽക്കുന്നതായി മോൻസ് ജോസഫ്. മുന്നണിയിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്ന് ജോസ് കെ മാണി. കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കോട്ടയത്ത്. മുഖ്യമന്ത്രിയുമായി ഭിന്നതയില്ലെന്ന് ഗവർണർ. തന്റേത് നിയമപരമായ കർത്തവ്യം. BJP ടിക്കറ്റിൽ മത്സരിക്കുമെന്ന പ്രചാരണം അവജ്ഞയോടെ തള്ളുന്നുവെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. ഗ്യാൻവാബിയും ഷാഹി ഈദ്ഗാഹ് പള്ളിയും ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന് KK മുഹമ്മദ്. ഇരു പള്ളികളും അയോധ്യയ്ക്ക് തുല്യം. താൻ RSSകാരനോ BJPക്കാരനോ അല്ലെന്നും മുഹമ്മദ് ന്യൂസ് 18നോട്. സ്വർണ്ണക്കപ്പിനായി പോരാട്ടം കടുത്തു. കോഴിക്കോട് മുന്നിൽ, തൃശൂരും കണ്ണൂരും തൊട്ടുപിന്നിൽ. 60 ദിനങ്ങൾ വേദി. സഹകരണ ബാങ്ക് ക്രമക്കേടുകളിൽ അന്വേഷണം മുറുക്കി ED. തൃശൂർ തുമ്പൂർ സഹകരണ ബാങ്കിലും അന്വേഷണം. 3.5 കോടി രൂപയുടെ ക്രമക്കേട് നടന്നെന്ന് കണ്ടെത്തൽ. തിരുവനന്തപുരം തിരുവല്ലം കസ്റ്റഡി മരണത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി ആവശ്യപ്പെട്ട് CBI. തിരുവല്ലം SHO ആയിരുന്ന സുരേഷ് V. നായർ, SI വിപിൻ പ്രകാശ്, ഗ്രേഡ് SI സജീവ് കുമാർ എന്നിവരെയാണ് പ്രതി ചേർത്തത്. 2022 ഫെബ്രുവരി 28 ദമ്പതികളെ ആക്രമിച്ചതിന് തിരുവല്ലം പോലീസ് കസ്റ്റഡിയിലെടുത്ത സുരേഷ് മരിച്ചത്. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് വിശദാംശങ്ങൾ? പക്ഷേ ഏറെ വിവാദമായ തിരുവല്ലം കസ്റ്റഡി മരണത്തിലാണ് ഇപ്പോൾ തുടർ നടപടികളുമായി CBI അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. 3 പോലീസ് ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടുള്ളത്. ഈ സംഭവം നടക്കുമ്പോൾ CA ആയിരുന്ന സുരേഷ് V. നായർ, അതോടൊപ്പം തന്നെ SI വിപിൻ, ഗ്രേഡ് SI സജീവ്, ഈ 3 പേരെയും പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതിയാണ് CBI അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ വകുപ്പ് തല നടപടിയുടെ ഭാഗമായി 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിൽ സുരേഷ് V. നായർ ഉണ്ടായിരുന്നില്ല. വൈശാഖ് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഇപ്പോൾ CBI പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 3 പേർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ നടപടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. 2022 ഫെബ്രുവരി 28 ഈ സംഭവം. തിരുവല്ലം ജഡ്ജി കുന്നിൽ ദമ്പതികളോട് മോശമായി പെരുമാറുകയായിരുന്നു ഈ സുരേഷ് ഉൾപ്പെടെ, മരിച്ച സുരേഷ് ഉൾപ്പെടെ 5 പേർ. ഇവരെ പിന്നീട് പോലീസ് എത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ കസ്റ്റഡിയിൽ 3-ാം മുറ പ്രയോഗിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. സുരേഷിൻ്റെ ഭാര്യയും സഹോദരനും സുരേഷിനെ ഇറക്കുന്നതിന് വേണ്ടി സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ തന്നെ അവർ കണ്ടത് സുരേഷിനെ കൊണ്ട് വ്യായാമം ചെയ്യിക്കുന്ന രീതിയൊക്കെയുമായിരുന്നു. ഇത് മൊഴിയായി നൽകിയിരുന്നു. 100 പ്രാവശ്യം പുഷപ്പ് എടുക്കുകയും സിറ്റപ്പ് ചെയ്യിക്കുകയും തവളച്ചാട്ടം സ്റ്റേഷനുള്ളിൽ ചാടിക്കുകയും ചെയ്തു. പിന്നീട് CI മുഖത്തടിച്ചു എന്ന മൊഴിയും ഉണ്ടായിരുന്നു. ഏറെ അവശനായ സുരേഷിനെ പിന്നീട് പോലീസ് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഇതൊന്നും കൃത്യമായ രേഖപ്പെടുത്തിയിരുന്നില്ല. ഇതിൻ്റെ പേരിലാണ് വകുപ്പ് തല നടപടി ഉൾപ്പെടെ ഉണ്ടായത്. ആ സമയത്ത് പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഈ സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ പരിശോധിക്കുകയും ഈ വീഴ്ചകൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് സസ്പെൻഷൻ നടപടി ഉണ്ടായത്. ആശുപത്രിയിൽ മരിച്ചപ്പോൾ അത് സുരേഷ് നേരത്തെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളെന്നാണ് ഉദ്യോഗസ്ഥർ മൊഴിയായി നൽകിയത്. പക്ഷേ കസ്റ്റഡി മരണം സംബന്ധിച്ച്, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ ക്രൂരമായ മർദ്ദനം ഏറ്റത് സംബന്ധിച്ച്, അവിടെ കഠിനമായ വ്യായാമ മുറകൾ ചെയ്യിച്ചത് സംബന്ധിച്ച മൊഴികൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നു. അത് സുരേഷിൻ്റെ തന്നെ ബന്ധുക്കൾ നൽകിയതാണ്. സുരേഷിന് ഹൃദ്രോഗമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് അതിക്രൂരമായ രീതിയിൽ തന്നെ ഈ 3-ാം മുറ പ്രയോഗിച്ചു, അദ്ദേഹത്തെ അതിന് വിധേയനാക്കി എന്ന ആരോപണം ഉയർന്നു വന്നു. ഈ കേസിലാണ് ഇപ്പോൾ 3 പോലീസ് ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBI അനുമതി തേടിയിരിക്കുന്നത്. അഭിലാഷ്, തിരുവല്ലം കസ്റ്റഡി മരണത്തിൽ ആണ് 3 പോലീസ് ഉദ്യോഗസ്ഥരെ CBI പ്രതി ചേർത്തത്.
BJP അംഗത്വമെടുത്ത വൈദികനെതിരെ നടപടിയുമായി ഓർത്തഡോക്സ് സഭ. ഫാദർ ഷൈജു കുര്യനെ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറിയുടെ ചുമതലകളിൽ നിന്നും സഭ നീക്കി. ഷൈജുവിന് എതിരെ ഉയർന്ന പരാതികളും ആരോപണങ്ങളും അന്വേഷിക്കാൻ ശുപാർശ ചെയ്യാനും ഭദ്രാസന കൗൺസിൽ തീരുമാനിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. ശശി, ഫാദർ ഷൈജുവിൻ്റെ അംഗത്വം നേരത്തെ തന്നെ ചർച്ചയായിരുന്നു. സഭ ആവശ്യപ്പെട്ടാൽ താൻ പിൻവാങ്ങും, സഭയാണ് തനിക്ക് ഏറ്റവും വലുത് എന്ന പ്രതികരണം നേരത്തെ തന്നെ ഷൈജുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ സഭ കടുത്ത നടപടികളിലേക്കാണോ കടക്കുന്നത്? അഭിലാഷ്, അത്തരത്തിൽ തന്നെ വേണം നമുക്ക് ഈ കൗൺസിലിന്റെ തീരുമാനത്തെ വിലയിരുത്താൻ. കാരണം ഷൈജു കുര്യൻ, ഫാദർ ഷൈജു കുര്യൻ കഴിഞ്ഞ ദിവസം BJP പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഈ അംഗത്വം സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ വിവാദവും വിമർശനങ്ങളും ഈ ഷൈജു അച്ഛന്റെ അംഗത്വവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ നിലയ്ക്കൽ ഭദ്രാസന കൗൺസിലിന്റെ ഒരു തീരുമാനപ്രകാരം സഭയുടെ എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും ഷൈജു കുര്യൻ അച്ഛനെ മാറ്റി നിർത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് നിലയ്ക്കൽ ഭദ്രാസന സൺഡേ സ്കൂൾ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. അവിടെ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് മറ്റു വൈദികരെ നിയമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 56ാമത് നിലയ്ക്കൽ ഭദ്രാസന കൺവെൻഷൻ ഭദ്രാസന കൗൺസിലിന്റെ ചുമതലയിൽ നടത്താൻ തീരുമാനിച്ചു. സെക്രട്ടറിയൊക്കെ അതിന്റെ മുഖ്യമായ ചുമതല വരേണ്ട ആളാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അത് ഭദ്രാസന കൗൺസിലിന്റെ ചുമതലയിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷൈജു കുര്യൻ അച്ഛനെ സംബന്ധിച്ച് ലഭിച്ച പരാതികൾ, ഈ അംഗത്വവുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ, വിമർശനങ്ങൾ, ആരോപണങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം അന്വേഷിക്കാൻ ഒരു പ്രത്യേക കമ്മീഷനെ നിയമിക്കാനും തീരുമാനമുണ്ട്. കാത്തോലിക്ക ബാബ തിരുമേനയോട് ഇത് സംബന്ധിച്ച് അപേക്ഷിക്കാനും അത് പറഞ്ഞ് ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താനും ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ ഈ കമ്മീഷൻ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകാനുമാണ് ഇപ്പോൾ കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും ഷൈജു കുര്യനെതിരെ ഓർത്തഡോക്സ് സഭയുടെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു എന്ന് വേണം നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാനുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. എന്തായാലും അത്തരത്തിലൊരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ കൗൺസിൽ തീരുമാനം എടുത്തിട്ടുള്ളത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ശശിനാരായണൻ നൽകിയത്. അയോധ്യയ്ക്കൊപ്പം കാശിയിലെ ഗ്യാൻവാബിയും മധുരയിലെ ഷാഹി ഈദ്ഗാഹ് പള്ളിയും മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടുനൽകണമെന്ന് KK മുഹമ്മദ്. ഗ്യാൻവാബിയും ഷാഹി ഈദ്ഗാഹും അയോധ്യയ്ക്ക് തുല്യമാണ്. രാമജന്മഭൂമി പോലെ പ്രാധാന്യം ഉള്ളതാണ് കൃഷ്ണജന്മഭൂമി. താൻ RSSകാരനോ BJPക്കാരനോ അല്ലെന്നും KK മുഹമ്മദ് ന്യൂസ് 18നോട് പറഞ്ഞു. അയോധ്യയിൽ തർക്കഭൂമിയിൽ ഖനനത്തിൽ പങ്കെടുത്ത പുരാവസ്തു ഗവേഷകനാണ് KK മുഹമ്മദ്. ഇത് പ്രവണതയായി മാറാൻ പാടില്ല. പക്ഷേ അതിന് ചില കർത്തവ്യം മുസ്ലിങ്ങളുടെ സൈഡിൽ നിന്നും ഉണ്ടാകണം. ഈ 3 സ്ഥലങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. കൃഷ്ണൻ്റെ ജന്മസ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കയും മദീനയും പോലെതാണ്. അതേപോലെ തന്നെ നമ്മുടെ ശിവൻ്റെ സ്ഥാനം ഗ്യാൻവാപി. കാരണം ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ എത്രയോ കാലങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ 3 സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാവണം. ആ തയ്യാറായി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഹിന്ദുക്കൾ മുന്നോട്ട് വരും. ആ തമ്മിലുള്ള മുസ്ലിമും ഹിന്ദുവും തമ്മിലുള്ള ഈ വിടവ് നികത്താനുള്ള ഒരു സുവർണ അവസരമാണിത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ വില്ലിംഗ്ലി ഈ സ്ഥലങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്, ഹിന്ദു സമുദായത്തിന് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷനിൽ അവർ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അയോധ്യ വിധി കോടതിയുടെ വിധിയാകണം എന്ന് 5-അംഗ ബെഞ്ച് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു എന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അയോധ്യയിലെ സംഘർഷങ്ങളും വ്യത്യസ്ത വീക്ഷണങ്ങളും ചരിത്രവും പരിഗണിച്ചാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് താൻ അടങ്ങുന്ന ബെഞ്ച് എത്തിയത് എന്നും PTAയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. When the 5-judge bench sat to deliberate on the judgment, as we all do before a judgment is pronounced, we all decided unanimously that this will be a judgment of the court, and therefore there was no authorship ascribed to an individual judge. The case had a long history of conflict, of diverse viewpoints, based on the history of the nation, and all of us who were part of the bench decided that this will be a judgment of the court. The court will speak through one voice. And the idea of doing so was to send a clear message that all of us stood together.
കൊളീജിയം സംവിധാനത്തിനെ തള്ളാതെ ചീഫ് ജസ്റ്റിസ് 1993 മുതലുള്ള സംവിധാനത്തിന് പോരായ്മകൾ ഉണ്ടെങ്കിലും അത് തുടരുന്നതിനെ അനുകൂലിക്കുന്നു എന്ന് പറയാതെ പറയുകയാണ് ചീഫ് ജസ്റ്റിസ്. കൊളീജിയം സംവിധാനത്തിന് കൂടുതൽ സുതാര്യത കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും യോഗങ്ങളും തീരുമാനങ്ങളും വെബ്സൈറ്റിൽ നൽകുന്നത് അതിൻ്റെ ഭാഗമാണ് എന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വ്യക്തമാക്കി. We have the collegium system for the appointment of judges, which has been now a part of our jurisprudence since 1993, and therefore that is the system which we implement. But having said that, it is equally our duty as present members of the collegium system to make it more transparent, to make it more objective, and we have taken steps, decisive steps in that regard, which I'd like to share with you. One of the steps which we took was to ensure that all resolutions of the collegium are put on the internet, which are put on the website of the Supreme Court, so that people know the decisions that we take, and that promotes a great deal of transparency. ഇടവേള. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ മകരവിളക്ക് ഉത്സവത്തിന് ശബരിമല നട തുറന്നതിന് ശേഷമുള്ള എല്ലാ ദിവസവും ദർശനത്തിന് എത്തിയത് 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ വീതമാണ്. ഇന്ന് 9:30 വരെയുള്ള കണക്ക് പ്രകാരം 30,000-ത്തിലധികം പേർ 18ാം പടി കയറി. തിരക്കേറുന്ന സാഹചര്യത്തിൽ തീർത്ഥാടകർക്ക് സുരക്ഷയും സൗകര്യവും ഒരുക്കുന്നതിനുള്ള നടപടികൾ ഏകോപിപ്പിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസും. മകരവിളക്കുത്സവത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഓരോ ദിവസവും 1 ലക്ഷത്തിലേറെ ഭക്തർ, 1 ലക്ഷത്തിലേറെ തീർത്ഥാടകർ ശബരിമലയിൽ എത്തുന്നത്. സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ, സുരക്ഷാ ഇക്കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുന്നതിനുമായാണ് അവലോകന യോഗം ചേരുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗങ്ങൾ ചേർന്നു. പരിശോധനകളും നടന്നിരുന്നു. ഉദ്യോഗസ്ഥ സംഘം പ്രദേശത്തുള്ള ഹോട്ടലുകളും കടകളിലുമെല്ലാം പരിശോധന നടത്തിയിരുന്നു. പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാരെ വഞ്ചിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഇത്തരം കച്ചവടക്കാരിൽ നിന്നുണ്ടാകുന്നുണ്ടോ എന്നെല്ലാം പരിശോധിക്കുന്നതിനാണ് ഇക്കാര്യം നടപ്പിലാക്കി. അതുപോലെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് കൂടിയുണ്ട്. അതേസമയം നമ്മുടെ ശരണവഴികളിലെല്ലാം തന്നെ വേണ്ടത്ര വെള്ളവും ലഘുഭക്ഷണവും കുഞ്ഞുങ്ങൾക്കുള്ള ബിസ്ക്കറ്റ് അടക്കമുള്ള കാര്യങ്ങളുമെല്ലാം എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള നടപടികളും നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിൽ വേണ്ടത്ര കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നുള്ള പരാതികളെല്ലാം നിലവിലുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അക്കാര്യം കൂടി പരിശോധിക്കുന്നത്. അതേസമയം അത് വേണ്ടത്ര രീതിയിൽ നൽകാൻ സാധിക്കാത്തത് പോലീസും ദേവസ്വവും തമ്മിലുള്ള ഒരു ഏകോപനമില്ലായ്മയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ദേവസ്വം ഉദ്യോഗസ്ഥർ പറയുന്നത്, ദേവസ്വം ബോർഡ് അധികൃതർ പറയുന്നത്, പോലീസിനോട് നേരത്തെ തന്നെ ഓരോ ചെക്ക് പോയിന്റിലും 200-ലേറെ പേരെ മാത്രമാണ്, 218 പേരെ ആണ് കടത്തിവിടാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അവർ ആവശ്യത്തിലേറെ പേരെ തിക്കി നിറഞ്ഞു നിൽക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിടുകയാണ്. ഈ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ സാധിക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടത്ര കുടിവെള്ളവും ബിസ്ക്കറ്റ് പോലുള്ള കാര്യങ്ങളുമെല്ലാം എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നമാണ് അവർ പറഞ്ഞിരുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം പരിഹാരമുണ്ടാക്കാനുള്ള നടപടികളാണ് ഇനി ഉണ്ടാകുക. 10-ാം തീയതി മുതൽ വെർച്വൽ ക്യൂവിൽ നിയന്ത്രണം വരുന്നു. അതുപോലെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ല. ഈ സാഹചര്യത്തിൽ കൂടുതൽ തീർത്ഥാടകർ ഇപ്പോൾ ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ 99,000 പേർ, 1 ലക്ഷത്തോളം പേരാണ്, 1 ലക്ഷത്തിനടുത്ത് ആളുകളാണ് ശബരിമലയിൽ എത്തിയത് എന്നാണ് കണക്കുകൾ. ഒരുപക്ഷെ 18ാം പടി ചവിട്ടാതെ തന്നെ അകത്തെത്തുന്ന ആളുകളുമുണ്ട്. സിവിൽ ദർശൻ വഴിയെല്ലാം കടന്നു വരുന്ന ആളുകൾ, വലിയ തിരക്ക് കാരണം അങ്ങനെ കടന്നു വന്ന് ദർശനം നടത്തി മടങ്ങുന്ന ആളുകളുമുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം കൂടി പരിഗണിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ 1 ലക്ഷത്തിലേറെ പേർ ശരിക്കും സന്നിധാനത്ത് എത്തുന്നുണ്ടാകണം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതുണ്ട്. ഇന്ന് തന്നെ ആദ്യ മണിക്കൂറുകളിൽ 31,000 പേരാണ് 18ാം പടി ചവിട്ടിയത് എന്നാണ് കണക്കുകൾ. ഏതായാലും സുരക്ഷ ശക്തമാക്കുക എന്നുള്ള കാര്യവും അതുപോലെ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ, ഇത്തരം സഹായങ്ങളെല്ലാം ലഭ്യമാക്കുന്ന കാര്യവും അതിനുള്ള ആലോചനാ യോഗങ്ങളാണ് നടക്കുന്നത്. അതോടൊപ്പം അരവണ ലഭ്യമാകുന്നില്ല എന്നുള്ള പരാതികൾക്ക് കൂടി പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് 2 ടിന്നുകൾ മാത്രം നൽകുന്ന നിയന്ത്രണങ്ങൾക്ക് അയവ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 4 ടിന്നുകളെങ്കിലും
ഒരാൾക്ക് ലഭ്യമാകുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകും. 4 ലക്ഷം ടിൻ അരവണയാണ് സന്നിധാനത്ത് ആവശ്യം. എന്നാൽ ഈ പറയുന്ന കൗണ്ടറുകളിലൊന്നും തന്നെ അത്രയും നൽകാനുള്ള ടിന്നുകൾ ലഭ്യമാകുന്നില്ല. ടിന്നുകൾ നൽകാനുള്ള കരാറെടുത്ത കമ്പനികളുടെ പിഴവാണ്, അവരുടെ ഭാഗത്തു നിന്നുള്ള പിഴവാണ് ഈ പ്രശ്നത്തിന് കാരണം. ഇന്ന് 2 കമ്പനികൾ കൂടി നേരത്തെ കഴിഞ്ഞ ദിവസം കരാർ കൊടുത്തിരുന്നു. അവർ കൂടുതൽ ടിന്നുകൾ ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗോവയിൽ പുതുവത്സരാഘോഷത്തിന് പോയ യുവാവിൻ്റെ മരണം നെഞ്ചിലും പുറത്തും മർദ്ദനമേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വെള്ളത്തിൽ വീഴുന്നതിന് മുമ്പ് തന്നെ മർദ്ദനം ഏറ്റിരുന്നത് സ്ഥിരീകരിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. DJ പാർട്ടിക്കിടെ സഞ്ജയ്ക്ക് മർദ്ദനമേറ്റതായും സുരക്ഷാ ജീവനക്കാർ മർദ്ദിച്ച് കൊന്ന് കടലിൽ തള്ളിയതായും പിതാവ് സന്തോഷ് ആരോപിച്ചു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. അവിടെ ഈ അതോറിറ്റി ടീമായിട്ട് നടത്തുന്ന പരിപാടി അവർ താൽക്കാലികമായിട്ട് സൈറ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് 2700 എടുത്ത് ബുക്ക് ചെയ്തിട്ട് ഇവർ അകത്ത് കയറണം. അവന്മാർ കാണിക്കുന്ന പോക്കിത്തരങ്ങൾ അറിയാണ്ടിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ ചെന്ന് പെട്ടുപോയി. ഇത് ആരും ചോദിക്കാൻ പറയാൻ ആരുമല്ല അവിടെ ഇല്ല. അവിടെ ഗോവയിൽ ചെല്ലുന്നവർക്കുള്ള അവസ്ഥ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ചവിട്ടി കൂട്ടിക്കളയും. അവിടെ ചെന്ന് സംഭവിച്ചത് അവിടെ ഈ ബൗൺസർമാർ ഈ ഫംഗ്ഷൻ നടത്തിയതിൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സ് ചെയ്ത പരിപാടി അത്. അവർ ചവിട്ടി കൂട്ടി എൻ്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞവർ കൊന്നുകളഞ്ഞിട്ട് കടലിട്ട് കളഞ്ഞു. പൈസ എടുത്ത് മൊബൈൽ എടുത്തിട്ട് കടലിട്ട് കളഞ്ഞവർ. അത് ആരാ എന്തെന്ന് നമുക്കറിയില്ല. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അത് അന്വേഷിച്ചിട്ടല്ലേ അറിയാൻ പറ്റുള്ളൂ. ഏത് ഗ്രൂപ്പാണ് ചെയ്തത്, ഏത് സൈറ്റാണ്, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. ഞാൻ ആദ്യമായിട്ട് ഗോവയ്ക്കുള്ളൂ. ഞാൻ ഗോവ വഴി പോകുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ ചെല്ലുന്നത്. ഇതെങ്ങനെയാലും നമുക്ക് കണ്ടുപിടിക്കും. ഇത് ആരാണ് ചെയ്തത്, ഈ കുഞ്ഞിനെ അപകടപ്പെടുത്തി ആരാന്ന് വെച്ചാൽ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. കണ്ടുപിടിക്കണം. അത് നമ്മൾ എന്തെങ്കിലും സ്ട്രോങ്, അത് നമുക്കതിനുള്ള ഫോഴ്സോ മറ്റോ കാര്യങ്ങൾ നമുക്ക് അറിയില്ല. എങ്ങനെ ചെയ്യാൻ പറ്റുന്ന അറിയില്ല. എങ്ങനെയെങ്കിലും സഹായിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ഇത് കണ്ടുപിടിക്കണം. ആരാ എന്ന് ഇനിയൊരു കുഞ്ഞിനുണ്ടാകാൻ പാടില്ല. ഇങ്ങനെ അങ്ങനെ ഒരു ആഘോഷിക്കുന്നതിന് അടിച്ചു കൊല്ലേണ്ട കാര്യമുണ്ടോ? അത് എന്തിനു കൊന്നു, എന്തിനാ കൊല്ലാൻ പോയത്, അത് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് അത് എന്താ എൻ്റെ വഴിയെന്ന് അറിയാൻ പറ്റില്ല. എൻ്റെ കൂട്ടുകാരുടെ ആലോചിച്ചിട്ട് പാർട്ടിക്കാരുടെ അല്ലെങ്കിൽ ഇവിടെ മുരളിച്ചേട്ടനുണ്ട്, എൻ്റെ ചേട്ടനുണ്ട് VK മുരളിച്ചേട്ടനോട് കണ്ട് ഞാൻ സംസാരിക്കുക, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ യുവാവിൻ്റെ മരണം അത് കൊലപാതകമാണ് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അപ്പോഴും എങ്ങനെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നതിൽ ധാരണയില്ല എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഗോവയിൽ നടന്നൊരു സംഭവം എന്ന നിലയിൽ ഗോവ പോലീസാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, സ്വാഭാവികമായും അവരുടെ ഭാഗത്ത് നിന്നാണ് അന്വേഷണവും നടപടികളും ഒക്കെ ഉണ്ടാകേണ്ടത്. പക്ഷേ കുടുംബത്തിന് വലിയ പ്രതീക്ഷ ഇല്ല. പ്രത്യേകിച്ച് മറ്റൊരു നാട്ടിൽ നടന്ന സംഭവമായതുകൊണ്ട് തന്നെ അതിൽ ഒരു അന്വേഷണം നടത്തി കൃത്യമായ പ്രതികൾ പുറത്തു വരുമോ, ആരാണ് ഇത് ചെയ്തത്, അതിന് കൃത്യമായ തെളിവുകൾ ലഭിക്കുമോ എന്നതിലെല്ലാം ആശങ്ക ഈ കുടുംബത്തെ സംബന്ധിച്ചുണ്ട്. അതാണ് കുടുംബം പങ്കുവെക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വേണ്ട അന്വേഷണം വേണം. കൃത്യമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണമെന്ന് പറയുന്നു. എന്തായാലും ഇതൊരു കൊലപാതകം എന്ന് പറയുകയാണ് കുടുംബം. മാത്രമല്ല അതിന് തെളിവായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട്. ഈ സഞ്ജയ് ഈ വേദിയിൽ, ഈ പുതുവത്സരാഘോഷം നടന്ന വേദിയിൽ കയറി ഡാൻസ് കളിക്കുന്ന വീഡിയോയും കുടുംബം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതാണ് പ്രകോപനത്തിന് കാരണമായെന്ന സംശയമാണ് അവർ പങ്കുവെക്കുന്നത്. എന്തായാലും നിലവിൽ ഗോവൻ പോലീസ് അന്വേഷണം നടത്തിവരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി ഈ മൃതദേഹം ഈ തലയോലപ്പറമ്പിൽ എത്തുകയും അവിടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കുടുംബം കടുത്ത ആശങ്ക പങ്കുവെക്കുകയാണ്. അന്വേഷണം നടത്തി കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യവും മുന്നോട്ട് വെക്കുകയാണ്. വിശദാംശങ്ങളാണ് ശ്രീജിത്ത് നൽകിയത്. സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകളിൽ ED അന്വേഷണം മുറുകുന്നു. കരുവന്നൂരിന് പിന്നാലെ കോൺഗ്രസ് നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന തൃശൂരിൽ തുമ്പൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചു. വ്യാജ ആധാരം ഈടായി നൽകി ബാങ്ക് ഭരണസമിതിയുടെ സഹായത്തോടെ 3.5 കോടി രൂപയുടെ ക്രമക്കേട് നടത്തി എന്നാണ് EDയുടെ കണ്ടെത്തൽ. നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലാണ് തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കാലത്താണ് ബാങ്കിൽ വിവിധ തലത്തിലുള്ള ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. മുൻ ബാങ്ക് പ്രസിഡന്റും കോൺഗ്രസ് പ്രാദേശിക നേതാവുമായ ജോണി കാച്ചപ്പള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു ഭരണസമിതി അന്ന്. തുമ്പൂർ സർവീസ് സഹകരണ സഹകാരിയായ അൻവറാണ് തട്ടിപ്പിനെതിരെ പരാതി നൽകിയത്. തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കരുവന്നൂർ മാതൃകയിലുള്ള തട്ടിപ്പ് പുറത്തുവന്നു. കൊറ്റനല്ലൂർ വില്ലേജിലെ
116/2 സർവേ നമ്പറിലുള്ള ഭൂമി ഈടായി കാണിച്ച് ബാങ്കിൽ നിന്ന് 7 പേരുടെ പേരിൽ 1,70,00,000 രൂപ 2017 ലോൺ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ വായ്പയ്ക്ക് ഈടായി വെച്ചത് റജി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ്. ഭൂവുടമ അറിയാതെ ഭൂമി ഈടായി നൽകാൻ ബാങ്ക് ഭരണസമിതി അംഗവും വേളൂക്കര പഞ്ചായത്ത് അംഗവുമായ യൂസഫ് കൊടകരപ്പറമ്പിലാണ് വസ്തുനോട്ട റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോടികൾ വായ്പ അനുവദിച്ചത്. ഭൂമി താൻ അറിയാതെ മറ്റു ചിലർ പണയപ്പെടുത്തിയെന്ന് മനസ്സിലായതോടെ റജി കൊടകര മജിസ്ട്രേറ്റ് കോടതിയിൽ ബാങ്ക് ഭരണസമിതിക്കെതിരെ പരാതി നൽകി. സമാനമായ നിരവധി വായ്പാ ക്രമക്കേടുകൾ ബാങ്കിൽ നടന്നെന്നാണ് ED വ്യക്തമാക്കുന്നത്. 7 പേരെ പ്രതിയാക്കി ആളൂർ പോലീസ് എടുത്ത FIRന്റെ അടിസ്ഥാനത്തിലാണ് ED നടപടി. കേസിൽ മുൻ ഭരണസമിതി അംഗങ്ങളടക്കമുള്ളവരെ ED ചോദ്യം ചെയ്യും. 2024 ആദ്യ കേസായാണ് തുമ്പൂർ സഹകരണ ബാങ്കിന്റെ ക്രമക്കേടിൽ ECIR. ന്യൂസ് 18 കൊച്ചി. തൃപ്പൂണിത്തുറയിൽ 10 വയസ്സുകാരൻ്റെ കാൽ തല്ലിയൊടിച്ച സംഭവത്തിൽ അറസ്റ്റ് വൈകുന്നതിനെതിരെ കുട്ടിയുടെ അമ്മ വിജയലക്ഷ്മി. പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനവും പണവും കാരണമാണ് അറസ്റ്റ് വൈകുന്നത് എന്ന് വിജയലക്ഷ്മി പറഞ്ഞു. പ്രതിക്കെതിരെ ചുമത്തിയത് നിസ്സാര വകുപ്പുകൾ മാത്രമാണ് എന്നും മരട് പോലീസിന്റെ ഒത്തുകളി അവസാനിപ്പിക്കണമെന്നും അമ്മ ആവശ്യപ്പെട്ടു. തന്റെ മകൻ ഇപ്പോഴും വേദന അനുഭവിച്ച് കിടക്കുകയാണ്. അവന് നീതി ലഭിക്കണമെന്നും വിജയലക്ഷ്മി ന്യൂസ് 18നോട് പറഞ്ഞു. നവംബർ 31 വൈകിട്ടോടുകൂടി എൻ്റെ മോൻ്റെ കാലിൽ ഞങ്ങളുടെ അയൽവാസിയായ പി ബാലൻ എന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല, മനുഷ്യമൃഗമെന്ന് ഞാൻ പറയുന്നത്. അയാൾ എൻ്റെ മോൻ്റെ കാല് തല്ലി ഓടിച്ചിട്ട് ഇന്ന് 5 ദിവസമായി. അയാളുടെ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയും പണത്തിൻ്റെയും അതുകൊണ്ട് തന്നെ അയാൾ ഇത്രയും ദിവസമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിൽ കരിങ്കൊടി കാണിച്ചു, മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചെന്നും പറഞ്ഞുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പിടിച്ച് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടുന്നുണ്ട്. ഈ കുഞ്ഞിൻ്റെ കാലിങ്ങനെ തല്ലി ഒടിച്ചിട്ട് നിസ്സാര കേസ് 324 വകുപ്പാണ് എടുത്തേക്കുന്നത്. അയാൾ ഇപ്പോഴും വീട്ടിൽ സുഖിച്ചിരിക്കുമ്പോഴത്തേക്കും ഭാര്യയും മക്കളോട്ട് സുഖിച്ചിരിക്കുക. എൻ്റെ മോൻ ഇവിടെ കിടന്ന് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക. നാളെ ഒരു കുഞ്ഞിന് ഇങ്ങനത്തെ ഒരു ഗതി ഉണ്ടാകും. മരട് പോലീസിൻ്റെ ഒത്തുകളി അവസാനിപ്പിച്ചിട്ട് എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആലപ്പുഴ നൂറനാട് പോലീസിനെതിരെ CPIM ചാരമൂട് ഏരിയ കമ്മിറ്റി യുവാവിനെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് ആരോപണം. നൂറനാട് മണ്ണെടുപ്പിനെതിരെ സമരത്തിൽ പങ്കെടുത്ത പ്രവർത്തകരെ മർദ്ദിച്ച നടപടിയടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഏരിയ സെക്രട്ടറി B ബിനുവിന്റെ വിമർശനം. നൂറനാട് മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത അരുൺകുമാർ MLA എന്നിവരുൾപ്പെടെയുള്ള സമരസമിതി പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ യുവാക്കൾക്കെതിരെ കള്ളക്കേസെടുത്ത സംഭവവും ചർച്ചയാകുന്നത്. പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന സർക്കാർ നയം നിലനിൽക്കുമ്പോഴും നൂറനാട് സംഭവിക്കുന്നത് തികച്ചും വിരുദ്ധമായാണെന്ന് CPM ഏരിയ നേതൃത്വം തുറന്നടിക്കുന്നു. സർക്കാരിന്റെ നിലപാടിന് വിരുദ്ധമായാണ് നൂറനാട്ടെ പോലീസ് മുന്നോട്ടു പോകുന്നതെന്നും CPM ഏരിയ സെക്രട്ടറി B ബിനു പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പോലീസ് നയത്തിന് തികച്ചും വിരുദ്ധമായ സമീപനമാണ് ഇത് എന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പോലീസിലെ ക്രിമിനലുകളെ പിരിച്ചുവിടുന്നതടക്കമുള്ള ഏറ്റവും ധീരമായ നിലപാട് സ്വീകരിച്ച ഗവൺമെന്റാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. നൂറനാട് പോലീസ് കൃത്രിമ തെളിവുണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഓടിപ്പോയ ചെറുപ്പക്കാരുടെ വാഹനങ്ങൾ കൂട്ടിയിട്ട് തകർക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അത്തരം സമീപനം, വ്യാജ തെളിവുണ്ടാക്കി കേസുകൾ ചാർജ് ചെയ്യുക എന്ന സമീപനം ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നതല്ല. പുതുവർഷ ദിവസം കറ്റാനം തെക്കോട്ടുതുരുത്തിയിൽ ദേവീക്ഷേത്രത്തിന് സമീപം പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘം പ്രദേശത്തെ വാഹനങ്ങൾ തകർത്ത ശേഷം യുവാവിനെ കള്ളക്കേസിൽപ്പെടുത്തിയ സംഭവത്തിലാണ് സ്വന്തം സർക്കാരിന്റെ വകുപ്പിനെതിരെ CPMന്റെ വിമർശനം. ക്ഷേത്രത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ പോലീസുകാർ ചേർന്ന് തകർത്ത ശേഷമാണ് കറ്റാനം സ്വദേശി സാലു സജിക്കെതിരെ കേസെടുത്തത്. കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി വ്യാജ FIR രജിസ്റ്റർ ചെയ്താണ് കേസെടുത്തതെന്ന് ദൃശ്യങ്ങളിലൂടെ വ്യക്തമായതായും ഏരിയ സെക്രട്ടറി B ബിനു പറഞ്ഞു. അതേസമയം വാഹനങ്ങൾ തകർത്ത കേസിൽ നിരപരാധിയായ തന്നെ പ്രതിയാക്കിയെന്നാരോപിച്ച് സാലു സജിയും നൂറനാട് പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. കേസിൽ നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം DYFIയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. വയനാട്ടിൽ കർഷകൻ ആത്മഹത്യ ചെയ്തത് കടബാധ്യത മൂലമെന്ന് ബന്ധുക്കൾ. എടവക പള്ളിയറ അനിലിനെയാണ് കഴിഞ്ഞ ദിവസം വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവിധ ബാങ്കുകളിലായി അനിലിന് 3 ലക്ഷത്തിലധികം രൂപയുടെ
കടബാധ്യതയുണ്ട് എന്ന് ബന്ധുക്കൾ പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ അനിലിനെ ഉടനെ വയനാട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൃഷിനാശം മൂലവും കടബാധ്യത മൂലവും അനിൽ മനോവിഷമത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇദ്ദേഹം നെൽകൃഷിയുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു. വിളവെടുത്ത് ഇന്നലെ നെല്ല് വിറ്റു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നെല്ല് വിറ്റിട്ട് ഇദ്ദേഹം പ്രതീക്ഷിച്ച വിലയോ കിട്ടാത്തത് കൊണ്ട് ഒരുപാട് മാനസിക പ്രശ്നത്തിലായിരുന്നു. ഇദ്ദേഹം ഒരു ഫുൾ ടൈം കർഷകനും ഒരു ക്ഷീരകർഷകനും കൂടിയാണ്. അപ്പം രണ്ട് ബാങ്കുകളിൽ നിന്നായി ഏകദേശം 4 ലക്ഷം രൂപയോളം കടമുണ്ട് എന്ന് പറയുന്നു. ഒപ്പം പിന്നെ കൃഷിക്കുമായി വാങ്ങിയ നാട്ടുമ്പുറത്ത് വാങ്ങിയ കടവുണ്ട് എന്നാണ് പറയാൻ കഴിഞ്ഞത്. ഏകദേശം 5 ലക്ഷത്തോളം രൂപ കടവുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നെല്ലും വാഴയും കൃഷി ചെയ്യുന്ന അനിലിന് കഴിഞ്ഞ വർഷങ്ങളിൽ മഴക്കെടുതി മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത്. തുടർന്ന് വായ്പകൾ തിരിച്ചടയ്ക്കുവാൻ കർഷകന് സാധിച്ചില്ല. ബാധ്യത മൂലം വയനാട്ടിൽ വർദ്ധിച്ചു വരുന്ന കർഷകാത്മഹത്യയ്ക്ക് സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് വിവിധ കർഷക സംഘടനകളുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. 12,000 കുടുംബങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൊച്ചിയിലെ സൗജന്യ കുടിവെള്ള പദ്ധതി പാതിവഴിയിൽ. കണക്ഷൻ നൽകുന്നതിന് ലൈസൻസുകൾ കൂടുതൽ പണം ആവശ്യപ്പെടുന്നതാണ് നിലവിലെ പ്രശ്നത്തിന് കാരണം. ഈ മാസത്തിനകം കണക്ഷൻ നൽകിയില്ലെങ്കിൽ പദ്ധതി തന്നെ ഇല്ലാതെയാകും. കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ മിഷനാണ് നഗരങ്ങളിൽ അമൃത പദ്ധതി എന്ന പേരിൽ നടപ്പാക്കുന്നത്. ഒരു കണക്ഷന് നിശ്ചിത തുക എന്ന രീതിയിലാണ് സർക്കാർ സഹായം നൽകുന്നത്. ഇതിനായി കരാറും നൽകിയിട്ടുണ്ട്. എന്നാൽ കണക്ഷൻ നൽകുന്നതിന് ലൈസൻസുകൾ കൂടുതൽ പണം ആവശ്യപ്പെടുന്നതായാണ് പരാതി. തർക്കപരിഹാരത്തിനായി ലൈസൻസുകളുമായി പലവട്ടം ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കൊച്ചിൻ കോർപ്പറേഷൻ ഈ വിഷയം അടിയന്തരമായി ഇടപെട്ട് തീരുമാനമെടുക്കണമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവായ അഡ്വക്കേറ്റ് ആന്റണി കുരീത്ര പറയുന്നു. സാധാരണഗതിയിൽ ഇവിടെ കുടിവെള്ളം ആളുകളുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നത് നമ്മൾ പല പ്രാവശ്യം കൗൺസിലിലൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രൊജക്റ്റ് അമൃത് പദ്ധതിപ്പെടുത്തിക്കൊണ്ടാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ജൽജീവൻ പദ്ധതി അമൃതിൽ പെടുത്തിക്കൊണ്ടാണ് നമ്മൾക്ക് എല്ലാ വീടുകളിലും കൊടുക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്തത്. അത് കൗൺസിലും ഒക്കെ പാസ്സായി വന്നിട്ട് മാസങ്ങളോളം കഴിഞ്ഞ് നാളെ ഇതുവരെ കുടിവെള്ളത്തിൻ്റെ ലൈൻ വീടുകളിൽ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ചോദിക്കുമ്പോൾ പറഞ്ഞ തർക്കമെന്നും പറഞ്ഞ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് 3500-ഓളം ഈ ലൈസൻസ്ഡ് പ്ലംബേഴ്സ് ചോദിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതാണ്ട് അവർക്ക് കൊടുക്കാനുള്ള പ്രൊവിഷൻ എന്തോ 1500 രൂപയായിട്ട് കൊടുക്കാനുള്ള പ്രൊവിഷനുള്ളൂ. അപ്പോൾ ആ തർക്കത്തിൽ കാരണം ഈ കുടിവെള്ള പദ്ധതിയുടെ ഈ വിതരണം നമ്മളുടെ ഭാഗങ്ങളിലേക്ക് ലൈൻ കൊടുക്കേണ്ടത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് പല സ്ഥലങ്ങളിലും ഇത് വന്നെന്നും പറഞ്ഞ് പബ്ലിക് ടാപ്പുകൾ കട്ട് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിൽ കൗൺസിലർമാർ വഴിയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത്. ഉദ്യോഗസ്ഥ തലത്തിൽ തീർക്കേണ്ട തർക്കം തുടരുമ്പോഴും അതിന്റെ ദുരിതമനുഭവിക്കുന്നത് തികച്ചും സാധാരണക്കാരായ ജനങ്ങളാണ്. ന്യൂസ് 18 കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. താരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. താരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5775 രൂപ, പവൻ 46,200 രൂപ, വെള്ളി ഗ്രാം 78, കിലോ 78,000, പ്ലാറ്റിനം ഗ്രാമിന് 3588 രൂപ. താരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. താരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കലോത്സവ നഗരിയിൽ നിന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എൽദോ പോൾ പുതുശ്ശേരിയും സംഘവും ചേരും. നമസ്കാരം.